വയനാട് അമരക്കുനിയിലിറങ്ങിയ കടുവയെ ഊട്ടിക്കവല കാപ്പിത്തോട്ടത്തിൽ കണ്ടെത്തിയതായി വയനാട് DFO. ഇന്ന് പുലർച്ചെ ആടിക്കൊല്ലി സ്വദേശി ബിജുവിന്റെ ആടിനെയാണ് കടുവ കൊന്നത്. വീട്ടുകാർ ബഹളം വെച്ചപ്പോൾ ആടിനെ ഉപേക്ഷിച്ച് കടുവ പോയി. ഡ്രോൺ ഉപയോഗിച്ച് കടുവയുടെ നിരീക്ഷണം തുടരുകയാണ്. അമ്പത്താറിനടുത്ത് ഊട്ടിക്കവല എന്ന ഭാഗത്ത് ഒരു ലിഫ്റ്റിങ്ങിനുള്ളൊരു ശ്രമമാണ് ഉണ്ടായത്. വീട്ടുകാർ ഉണർന്നതുകൊണ്ട് ഇതിനെ കൊണ്ടുപോകാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ ഏറെയായിട്ട് ഇന്നലെ വൈൽഡ് ലൈഫിൽ കൊണ്ടുവന്ന കൂട്ടിൽ, റിസർവ് കൂട്ടിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ രാത്രി തന്നെ ഡോക്ടറും സംഘവും കൂടി എത്തുകയും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മയക്കുവെടി വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. നിലവിൽ 5 കൂടാണ്. നിലവിൽ 4 കൂടാണ് ഈ പറയുന്നത്. നമ്മൾ അപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു അവധി ദിവസമാണ്. പരമാവധി ജനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഈ ഒരു ദൗത്യം അതിൻ്റെ വിജയകരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് അവിടെ പരമാവധി ഡിസ്റ്റർബൻസ്, ഈ പറയുന്ന ദൗത്യം നടക്കുന്ന ഭാഗത്ത് പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കേണ്ടതുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നു. അർജുൻ, കടുവയെ നിരീക്ഷിക്കുന്നതിനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കടുവയെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഡ്രോൺ ഉപയോഗിച്ചുള്ള കടുവയെ തിരഞ്ഞുള്ള നിരീക്ഷണം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇതുവരെ കടുവയുടെ സ്ഥാനം കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാത്തത്? ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന കടുവയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി തന്നെ കടുവ എവിടെയാണ് ഉള്ളതെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് DFO നമ്മളോട് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കാപ്പിത്തോട്ടത്തിൽ പ്രദേശത്ത് തന്നെ ഒരു കാപ്പിത്തോട്ടത്തിലാണ് ഇപ്പോൾ കടുവ. പക്ഷേ ആ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിൽ നിന്നും കടുവയെ പിടികൂടുക എന്ന് പറയുന്നത് ശ്രമകരമാണ്. മാത്രമല്ല ഈ കാപ്പിത്തോട്ടം എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഈ കടുവയെ ലൊക്കേറ്റ് ചെയ്തെങ്കിലും കടുവയെ കാണുക എന്ന് പറയുന്നത് വലിയ ദുഷ്കരമാണ്. മാത്രമല്ല മയക്കുവെടി വെച്ചിട്ടുണ്ടെങ്കിൽ കടുവ മറ്റ് സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ കാപ്പിത്തോട്ടത്തിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ കടുവ പിന്നീട് തൊട്ടപ്പുറത്തുള്ള വനപ്രദേശത്തൊക്കെ മറ്റോ പോയി കഴിഞ്ഞാൽ വലിയ ദുഷ്കരമായിരിക്കും പിന്നെ കടുവയെ ചെയ്യുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ എയിം ചെയ്ത് ഷൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഈ കാപ്പിത്തോട്ടത്തിൽ നിന്ന് ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ DFO ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്, കടുവയെ ഈ കാപ്പിത്തോട്ടത്തിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന തുറപ്പായുള്ള ഒരു സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് വനപാലകർ ഇപ്പോൾ നിരീക്ഷിച്ചു വരുന്നത്. ഡോക്ടർ അരുൺ ചക്രയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സന്നാഹം അവിടെ ഇത്തരത്തിലുള്ള സെർച്ചൊക്കെ നടത്തുന്നത്. ഇതിനാൽ തന്നെയും ഇന്ന് കടുവയെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ അവശനായ കടുവയാണ്. കാലിന് പരിക്കുണ്ട്. കുറെ അനുഭവങ്ങൾ നമുക്കുണ്ട്. പല അനുഭവങ്ങൾ നമുക്കുണ്ട്. അതായത് ഇത്തരത്തിൽ ഇതിനു മുൻപ് ഈ അവശരായിട്ടുള്ള ആനയെ അടക്കം പിടികൂടുകയും മയക്കുവെടിച്ച് പിടികൂടുകയും പിന്നീട് അത് ചത്തുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇതിന് അപകടമൊന്നും സംഭവിക്കാത്ത രീതിയിൽ വേണം പിടികൂടാൻ. അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് വനം വകുപ്പ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ദിവസം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്ത് കടുവ എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. 2-3 പേർക്ക് കടുവയെ കാണുകയും ചെയ്തു. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ ഒരു ആടിനെ കടുവ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ പോയപ്പോഴേക്കും വീട്ടുകാർ എണീക്കുകയും പിന്നീട് ഒച്ച ഉണ്ടാക്കുകയും ചെയ്തപ്പോഴാണ് കടുവ ഈ ആടിനെ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരൊക്കെ വലിയ രീതിയിലുള്ള ഭീതിയിലാണുള്ളത്. പ്രദേശത്തെ സ്കൂളുകൾക്ക് ഇന്നും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് വിവിധ ഇടങ്ങളിൽ. അതായത് ഇതര ഇടങ്ങളിലാണ് ഈ കടുവയെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ആളുകളെ ഭയങ്കരമായി ഏറെ ഭീതിപ്പെടുത്തുന്നത്. ശരി അർജുൻ, വയനാട് അമരക്കുനിയിലിറങ്ങിയ കടുവയെ ഊട്ടിക്കവല കാപ്പിത്തോട്ടത്തിൽ കണ്ടെത്തിയതായി വയനാട് DFO വ്യക്തമാക്കുന്നു. പറമ്പിൽ നിന്ന് പുറത്തെത്തിച്ച ശേഷമായിരിക്കും മയക്കുവെടി വയ്ക്കുക. അതിനുള്ള തയ്യാറെടുപ്പിലാണ് വനപാലക സംഘം. അർജുൻ PS ആണ് വിവരങ്ങൾ നൽകിയത്.